പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം കഠിന വചനങ്ങളെ പ്രഘോഷിക്കുക എന്നതിനെ കുറിച്ചാണ്. മിക്ക പ്രവാചകന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 8-ാമത്തെ തിരുലിഖിതം, ദ ബുക്ക് ഓഫ് പ്രോഫറ്റ് മിക്ക, ചാപ്റ്റർ 3 വേഴ്സ് 8. ഞാനാകട്ടെ യാക്കോബിനോട് അവൻ്റെ അതിക്രമങ്ങളും ഇസ്രായേലിനോട് അവൻ്റെ പാപങ്ങളും വിളംബരം ചെയ്യുന്നതിന് വേണ്ടി കർത്താവിൻ്റെ ആത്മാവിനാലും നീതിയാലും ബലത്താലും ശക്തിയാലും നിറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു മണിക്കൂർ ദൈവം അംഗീകാരമുദ്ര വെച്ചിരിക്കുന്ന മണിക്കൂറാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ദൈവരാജ്യത്തിൻ്റെ ദൂതിന് വേണ്ടി ദൈവം നമ്മെ ഉണർത്തിയിരിക്കുന്ന മണിക്കൂറാണിത്. ദൈവവചനം കേൾക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്നു. ദൈവവചനം കേൾക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവരാജ്യത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കുന്നു. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ത്രേസ്യാമ എന്നൊരു വ്യക്തിയാണ് ഇത് എഴുതുന്നത്. കഴിഞ്ഞ വർഷം കപ്പാട് പള്ളിയിലുള്ള കൺവെൻഷന് ശേഷം എല്ലാ ദിവസവും ഷാലോം ചാനൽ തുറന്ന് അഭിഷേകാഗ്നി പ്രോഗ്രാം മുടങ്ങാതെ കണ്ടുവരുന്നൊരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. എനിക്കൊരു വലിയ അത്ഭുതമുണ്ടായി. 25 വർഷത്തിലധികമായി ഗ്യാസ് വന്ന് വയറ് വീർക്കുന്ന ഒരു രോഗത്തിന് അടിമയായിരുന്നു ഞാൻ. എന്ത് ഭക്ഷണപദാർത്ഥങ്ങൾ കഴിച്ചാലും എൻ്റെ വയറ് ബലൂൺ പോലെ വീർക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. പച്ചവെള്ളം കുടിച്ചാൽ പോലും എൻ്റെ വയറ് അത് ബലൂൺ വന്ന് വീർക്കുന്നത് പോലെ നിറഞ്ഞു വീർത്തിരിക്കും. ഈ ഒരു പ്രയാസം വരുമ്പോൾ ചങ്കിൻ്റെ ഉള്ളിൽ വലിയ എന്തോ രോഗം വന്നാൽ എന്നതുപോലെ ഞാൻ അസ്വസ്ഥത അനുഭവിക്കുകയാണ്. ചങ്ക് പൊട്ടി ഇപ്പോൾ മരിച്ചു പോകും എന്ന സ്ഥിതിയായിരുന്നു എൻ്റെ അവസ്ഥ.
ഏതാണ്ട് 25 വർഷം ഞാൻ ഈ രോഗം സഹിച്ച്. അങ്ങനെ ഇരിക്കുമ്പോൾ 2009 ജൂലൈ മാസത്തിലെ ആദ്യത്തെ ആഴ്ച അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് അനേകർ സൗഖ്യത്തെക്കുറിച്ച് വിവരിച്ചപ്പോൾ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, യേശുവേ, എൻ്റെ ജീവിതത്തിൽ എന്നെ സഹായിക്കണം. അത്ഭുതമെന്ന് പറയട്ടെ, 2009 ജൂലൈയിലെ ആദ്യത്തെ ഞായറാഴ്ച എൻ്റെ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തന്നു. പിന്നെ ഇന്ന് വരെ ആ രോഗം എന്നെ അലട്ടിയിട്ടില്ല. 25 വർഷമായി ഈ സഹോദരി വയറു വീർത്ത് ചങ്ക് പൊട്ടിപ്പോണ പോലെ, ഇപ്പം മരിച്ചു പോകുന്ന പോലെ വേദന സഹിക്കുകയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ. ആ ഒരു രോഗത്തിൻ്റെ മേൽ അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ യേശുവിൻ്റെ അത്ഭുത ശക്തി വ്യാപരിച്ചു. ഇന്ന് 1 വർഷത്തിലധികമായി ആ മകൾ യേശുവിൻ്റെ വിടുതൽ അനുഭവിച്ച് യേശുവിനെ ആരാധിച്ച് ദൈവ പൈതലായി ഇന്ന് ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എല്ലാവരും ഇപ്പോൾ ദൈവസന്നിധിയിലേക്ക് ഹൃദയം ഉയർത്തട്ടെ. യേശു ക്രിസ്തുവിൻ്റെ രക്തം, യേശു ക്രിസ്തുവിൻ്റെ നാമം, യേശു ക്രിസ്തുവിൻ്റെ വചനം, ഇത് അത്ഭുത വിടുതലിൻ്റെ ദൈവ സാന്നിധ്യമാണ്. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഓ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത രക്തത്തിന് വിടുതൽ ഈ സമൂഹത്തിൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. കാലാകാലങ്ങളായി ഞങ്ങൾ അടിമപ്പെടുന്ന രോഗങ്ങൾ, പൈശാചിക പീഡകൾ, മരവിപ്പ്, മന്ദത, പലതരത്തിലുള്ള ദുർപീഡകൾ, കുടുംബ തകർച്ചകൾ, പരാജയങ്ങൾ, സാമ്പത്തികമേൽ പരാജയങ്ങൾ യേശുവിൻ്റെ രക്തത്താൽ ഇപ്പോൾ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്തക്കോട്ട, തിരുരക്തക്കോട്ട, രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരായ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തക്കോട്ട, രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരെ ചുറ്റും കാവലിനായി നൽകിയിടണമേ. അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, രക്തം, യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം. കരങ്ങളടിച്ച് ഓരോ ഭവനത്തിലിരിക്കുന്നവർ, ഓരോ കൂട്ടായ്മകളിരിക്കുന്നവർ താളത്തിൽ കരങ്ങളടിച്ച് യേശുവിൻ രക്തത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കാൻ ആഗ്രഹിച്ച് രോഗത്തിന്റെ മേൽ, ക്ഷീണത്തിന്റെ മേൽ, തകർച്ചയുടെ മേൽ, പൈശാചികളുടെ മേൽ യേശുവിൻ രക്തം വ്യാപരിക്കട്ടെ. രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹിയിൽ നിറയട്ടെ. സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹിയിൽ നിറയട്ടെ. രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. ഇപ്പോൾ തന്നെ രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹിയിൽ നിറയട്ടെ. സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹിയിൽ നിറയട്ടെ. രക്തക്കോട്ട, തിരുരക്തക്കോട്ട, രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തം, രക്തം, യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം ഓരോ കുടുംബങ്ങളുടെ മേൽ, രക്തം, യേശുവിൻ രക്തം രോഗങ്ങളുടെ മേൽ, മോചനമേകും. കണ്ടബാധിതരുടെ മേൽ, യേശുവിൻ രക്തം, പൈശാചിക പീഡകളുടെ മേൽ, യേശുവിൻ രക്തം കൃഷിനാശത്തിന്റെ മേൽ, മോചനമേകും. ബിസിനസ് തകർച്ചയുടെ മേൽ, രക്തം, തർക്കദോഷങ്ങളുടെ മേൽ, കഠിന പാപങ്ങളുടെ മേൽ യേശു രക്തം വ്യാപരിക്കട്ടെ. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്തിന്റെ അത്ഭുത അഭിഷേകം, യേശുവിന്റെ നാമത്തിന്റെ അത്ഭുത അഭിഷേകം, യേശുവിന്റെ വചനത്തിന്റെ അത്ഭുത അഭിഷേകം ഇപ്പോൾ ഓരോ കുടുംബങ്ങളുടെ മേലും, ഓരോ സമൂഹങ്ങളുടെ മേലും, ഓരോ വ്യക്തികളുടെ മേലും അത്ഭുതകരമായി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. മിക്ക പ്രവാചകന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 8-ാമത്തെ തിരുലിഖിതം, ഞാനാകട്ടെ
യാക്കോബിനോട് അവന്റെ അതിക്രമങ്ങളും ഇസ്രായേലിനോട് അവന്റെ പാപങ്ങളും വിളംബരം ചെയ്യുന്നതിന് വേണ്ടി ദൈവമായ കർത്താവിന്റെ ശക്തിയാലും ബലത്താലും നീതിയാലും ആത്മാവിനാലും നിറഞ്ഞിരിക്കുന്നു. പ്രവാചകൻ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവം അടർത്തി വെക്കുകയാണ്. ഈ വചനം ഒരാവർത്തി വായിച്ചു പോകാൻ ഇട വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ചില സാഹചര്യങ്ങളുണ്ട്. ഇന്ന് അനേകം വ്യക്തികൾക്ക് അതിക്രമങ്ങളെക്കുറിച്ചുള്ള പ്രഘോഷണം കേൾക്കാൻ ഇഷ്ടമല്ല. കഠിന വചനങ്ങൾ പ്രഘോഷിക്കപ്പെടുന്നത് കേൾക്കുമ്പോൾ നെറ്റി ചുളിക്കുകയാണ്. ചില രാജ്യങ്ങളിൽ ചെന്നപ്പോൾ ചില രാജ്യങ്ങളിലുള്ള ചില സമ്പ്രദായങ്ങളെക്കുറിച്ച് ചിലർ പങ്കുവച്ചത് ഞാൻ ഓർക്കുന്നു. ബൈബിളിലുള്ള എല്ലാ വചനങ്ങളും അവിടെ പ്രഘോഷിക്കപ്പെടുന്നതിന് താല്പര്യമില്ല. എപ്പോഴും ദൈവസ്നേഹമാണ്, ദൈവം കരുണയാണ്, ദൈവം നന്മയാണ്, ഇങ്ങനെയുള്ള പോസിറ്റീവ് വചനങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. കഠിന വചനങ്ങൾ ഇവിടെ പറയണ്ട. വ്യഭിചാരം ചെയ്യരുത്, മദ്യപിക്കരുത്, അബോർഷൻ ചെയ്യുന്നവർ നിത്യനാശം നിബന്ധിക്കും, ഇങ്ങനെയുള്ള വചനം, സ്വർഗ്ഗഭോഗം ചെയ്യരുത്, ഇങ്ങനെയുള്ള വചനങ്ങളൊന്നും ഇവിടെ പ്രഘോഷിക്കപ്പെടുന്നതിന് താല്പര്യമില്ല. ഇവിടെ ദൈവം സ്നേഹമാണ്, ദൈവം കരുണയാണ്, ദൈവം നന്മയാണ്, ഇതൊക്കെ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ മനുഷ്യർക്ക് കുറ്റബോധം ഉണ്ടാകും, വലിയ പ്രശ്നമാകും എന്നെല്ലാം ഭയപ്പെട്ട് ഭയത്തിൻ്റെയും ചില തരത്തിലുള്ള ഇടർച്ച വെക്കുന്ന ദുരുപദേശത്തിൻ്റെയും ബന്ധനത്തിലിരിക്കുന്ന ആളുകളെ ലോകത്തിൻ്റെ ചില ഭാഗങ്ങളിൽ കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ചില ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്ന ഇങ്ങനെയാണ്, മറ്റു ചിലർ എന്നോട് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്: ഈ പഴയ നിയമത്തിലുള്ള കഠിനമായ വചനങ്ങളൊന്നും ഇപ്പോഴത്തെ കാലത്ത് പറയേണ്ട ആവശ്യമില്ല. യേശു ക്രിസ്തു ഇതാ പുതിയ നിയമം സ്ഥാപിച്ചിരിക്കുകയാണ്. ഇനി വെറും സ്നേഹം മാത്രമേ ഉള്ളൂ, ഇനി വെറും കരുണ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കഠിന വചനങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. അതിക്രമങ്ങളെക്കുറിച്ചും മനുഷ്യന്റെ ദുഷ്ടതയെക്കുറിച്ചും അവൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന കാലങ്ങളായി കുടികൊള്ളുന്ന കുടിലതയെക്കുറിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള വചനങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിച്ച് പോകുന്ന ആളുകളെയും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വെളിപ്പെടുത്തി തന്ന ചില ദൂതുകളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. മിക്കാ പ്രവാചകന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ദൈവത്തിന്റെ പ്രവാചകൻ പ്രഖ്യാപിക്കുകയാണ്: യാക്കോബിനോട് അവന്റെ അതിക്രമങ്ങൾ പ്രഖ്യാപിക്കണം, ഇസ്രായേലിനോട് അവന്റെ പാപങ്ങൾ അവന്റെ കണ്ണിൽ നോക്കി പറയണം. അതിനുവേണ്ടി കർത്താവിന്റെ ആത്മാവിനാലും കർത്താവിന്റെ ശക്തിയാലും കർത്താവിന്റെ ബലത്താലും കർത്താവിന്റെ നീതിയാലും എൻ്റെ കർത്താവ് എന്നെ നിറച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പ്രവാചകൻ വെളിപ്പെടുത്തുകയാണ്. ഈ കർത്താവിന്റെ ആത്മാവിനില്ലാത്ത സ്നേഹം എന്തിനു നാം കാണിക്കുന്നത്? അത് ആത്മാക്കളെ നിത്യരക്ഷയിലേക്കല്ല, ആത്മാക്കളെ നിത്യനാശത്തിന് കാരണമാകുന്ന ഒരു തിന്മയായി രൂപാന്തരപ്പെടാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ലിഖിതം എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് നിങ്ങൾക്ക് തരുന്ന മുന്നറിയിപ്പ്? പ്രഘോഷിക്കാൻ കർത്താവ് അയക്കുന്ന ഒരു എളിയ ദാസൻ, ഒരു വചനപ്രസംഗകൻ ഈ കാര്യത്തെക്കുറിച്ച് എന്താണ് ചെയ്യേണ്ടത്? ആളും തരവും നോക്കി, രാജ്യവും ജാതിയും മതവും നോക്കി തനിക്ക് പോകുന്നത് പോലെ തനിക്ക് ഗുണകരമാകുന്ന അല്ലെങ്കിൽ ജനത്തിന് ഗുണകരമാകുന്ന ചില കാര്യങ്ങൾ മാത്രം പ്രഘോഷിക്കാൻ വേണ്ടിയാണോ ഒരു ദൈവദാസനെ കർത്താവ് അഭിഷേകം ചെയ്ത് ഉയർത്തുന്നത്? ഇതിനെക്കുറിച്ച് വിലാപത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ വെളിപ്പെടുത്തലുണ്ട്. അവിടെ ദൈവത്തിന്റെ ജനം മഞ്ഞുപോലെ നിർമ്മലരും പാല് പോലെ വെണ്മയുള്ളവരും പൗഴം പോലെ തുടുത്തവരും ഇന്ദ്രനീലം പോലെ ആകാര ഭംഗിയുള്ളവരുമായ ആ ജനം ഏതാണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന പോലെയാണ് പലരുടെ നിറം കാണുമ്പോൾ. അതുപോലുള്ള കർത്താവിന്റെ ജനം, ജെറൂസലേമിലെ കർത്താവിന്റെ പ്രിയജനം ഇതാ കരിക്കട്ട പോലെ റോഡിന്റെ പക്കത്ത് കിടക്കുകയാണ്. അവരുടെ നാവ് അണ്ണാക്കിനെ ഒട്ടിക്കിടക്കുകയാണ്, ചാരത്തിൽ പൂണ്ട് കിടന്ന് നിലവിളിക്കുകയാണ്. കരുണാമയികളായ സ്ത്രീകൾ അവരുടെ കുഞ്ഞുങ്ങളെ ചെണ്ടങ്കപ്പ വേവിച്ച് തിന്നോലെയാണ് തിന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ആ ജനം കഠിനമായ തകർച്ചയിലേക്ക് എറിയപ്പെട്ടു. ആ ദേശം തകർന്നു, ആ പട്ടണം ചാരകൂമ്പാരമായി, ദേവാലയം കത്തിക്കരിഞ്ഞു കിടക്കുന്നു. അതിൻ്റെ നടുവിലൂടെ
യെരമ്യാ പ്രവാചകൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് കണ്ട കാര്യങ്ങൾ എഴുതി വച്ചിരിക്കുന്ന പുസ്തകത്തിന്റെ പേരാണ് വിലാപങ്ങളുടെ പുസ്തകം. ആ വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഒരിക്കലും രാജാക്കന്മാർക്കോ വൈരികൾക്കോ ജെറൂസലേമിന്റെ കവാടങ്ങൾ കടക്കാനാകുമെന്ന് ആ കാലഘട്ടത്തിലെ രാജാക്കന്മാർ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. അതുപോലെ അജയ്യായി നിന്ന ജെറൂസലേം ഇന്നിങ്ങനെ കത്തിക്കരിഞ്ഞ് ചാമ്പലായി വെണ്ണീർ കൂമ്പാരമായി കിടക്കുമ്പോ അതിന്റെ കാരണം എന്താണ് എന്ന് വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ പ്രവാചകനിലൂടെ പരിശുദ്ധാത്മ പഠിപ്പിക്കുകയാണ്. നിന്റെ പ്രവാചകന്മാർ നിനക്ക് വേണ്ടി കണ്ടത് വഞ്ചനാത്മകമായ ദർശനങ്ങളാണ്. നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നിന്റെ അകൃത്യങ്ങളുടെ മറ നീക്കി അവർ കാണിച്ചില്ല. അവരുടെ ദർശനങ്ങൾ മിഥ്യയും വഞ്ചനാത്മകവുമായിരുന്നു. എന്താ ഇവിടെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നത്? ദൈവത്തിന്റെ പൊന്നോമനകള്, പവിഴം പോലെ തൊടുത്തവര്, ഇന്ദ്രനീരം പോലെ ആകാര ഭംഗിയുള്ളവര്, മഞ്ഞുപോലെ നിർമ്മലര്, പാല് പോലെ വെണ്മയുള്ളവര്, അങ്ങനെയുള്ള ദൈവത്തിന്റെ പൊന്നോമനകള് ഇന്ന് കത്തിക്കരിഞ്ഞ അടുപ്പിൽ നിന്ന് വലിച്ചെടുത്ത വിറക് കമ്പ് പോലെ ഇന്നിങ്ങനെ നശിച്ച് നാമാവശേഷം കിടക്കണമെങ്കിൽ അതിൻ്റെ കാരണം ആ ജനത്തിൻ്റെ അകൃത്യങ്ങളെക്കാൾ കൂടുതൽ ആ ജനത്തിൻ്റെ അകൃത്യങ്ങളുടെ മറ നീക്കി കാണിക്കാൻ വേണ്ടി അയച്ച പ്രവാചകന്മാര് അവരോട് സമാധാനം 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ദൈവ സ്നേഹമാണ്, ദൈവം കരുണയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അവരുടെ അകൃത്യങ്ങളുടെ മറ നീക്കി കാണിച്ചില്ല എന്നതാണ് അതിൻ്റെ പ്രധാന കാരണമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പഠിപ്പിക്കുന്നത്. അതാണ് വിലാപങ്ങൾ 2:14. നിന്റെ പ്രവാചകന്മാർ നിനക്ക് വേണ്ടി കണ്ടത് വഞ്ചനാത്മകമായ ദർശനങ്ങളാണ്. നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി അവർ നിന്റെ അകൃത്യങ്ങളുടെ മറ നീക്കി കാണിച്ചില്ല. അകൃത്യങ്ങളുടെ മറ നീക്കുന്ന കഠിന വചനങ്ങൾ പ്രഘോഷിക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, അത് ദൈവസ്നേഹത്തിന് എതിരായ വചനമാണെന്ന് ചിന്തിക്കരുത്. ദൈവസ്നേഹമാണ്, ദൈവം കരുണയാണെന്ന് പറയുന്നത് മാത്രമേ ദൈവസ്നേഹമുള്ളൂ എന്ന് തെറ്റിദ്ധരിക്കരുത്. കഠിന വചനങ്ങളും ദൈവസ്നേഹത്തിന്റെ വചനങ്ങൾ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിക്രമങ്ങളും പാപങ്ങളും ജനത്തിന് മുമ്പിൽ പ്രഘോഷിക്കപ്പെടണം. അതിക്രമങ്ങളും പാപങ്ങളും കാലഘട്ടങ്ങളിൽ പ്രഘോഷിക്കപ്പെടണം. അതിക്രമങ്ങളും പാപങ്ങളും വചന പ്രഘോഷണ വേദികളിൽ ജനത്തിന് മുമ്പിൽ അത് വെളിപ്പെടുത്തപ്പെട്ട് ജനത്തിന്റെ അകൃത്യങ്ങളുടെ മറ നീക്കി കാണിക്കപ്പെടണം. ഇത് ദൈവം തന്റെ വിശുദ്ധ കൽപ്പനയാൽ നമുക്ക് നൽകിയിട്ടുള്ളൊരു നിർദ്ദേശം തന്നെ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 44-ാം അധ്യായത്തിൽ 23-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു. വിശുദ്ധവും അശുദ്ധവും തമ്മിലുള്ള വ്യത്യാസം അവർ വേർതിരിച്ചറിയുകയും അതെങ്ങനെ വേർതിരിച്ചറിയാമെന്ന് ജനത്തെ പഠിപ്പിക്കുകയും ചെയ്യണം. വിശുദ്ധവും അശുദ്ധവും തമ്മിലുള്ള വ്യത്യാസം അവർ അറിയണം, അത് ജനത്തെ പഠിപ്പിക്കണം. ഇത് ദൈവം തന്റെ വിശുദ്ധ കൽപ്പനയാൽ തന്റെ പ്രവാചകന്മാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശമത്രേ. ഹല്ലേലൂയ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 23-ാം അധ്യായത്തിൽ 28-ാം തിരുലിഖിതത്തിൽ പഠിപ്പിക്കുകയാണ്, എന്റെ വചനം ലഭിച്ചിട്ടുള്ളവൻ അത് വിശ്വസ്തയോടെ പ്രഖ്യാപിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അനേകം വ്യക്തികൾ വെച്ച് പുലർത്തുന്ന ആ ഇടർച്ച വെക്കുന്ന മനോഭാവം യേശു വചനം പ്രഘോഷിച്ചിരുന്ന കാലഘട്ടത്തിലും ജനങ്ങൾ വെച്ച് പുലർത്തിയിരുന്നില്ലേ? അത് യേശുവിൻ്റെ അടുത്ത് അവർ പ്രകടിപ്പിച്ചില്ലേ? അതല്ലേ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 60 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. ഇത് കേട്ട് അവന്റെ ശിഷ്യന്മാരിൽ പലരും പറഞ്ഞു, ഇത് കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? അവര് ഇടർച്ചപ്പെടുകയാണ്. അവര് യേശുവിൻ്റെ വചനം കേട്ടപ്പോൾ അത് സ്വീകരിക്കാൻ വേണ്ടിയല്ല അവരുടെ മനസ്സ് തുറന്നത്. അവരിതാ ഈ വചനത്തെക്കുറിച്ച് അവർ പറയുകയാണ്, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? ഇന്നും അനേകർ ഈ ഒരു ദുരാത്മാവിന്റെ പിടിയിലല്ലേ കിടക്കുന്നത്. ഇതിനെക്കുറിച്ച് യേശു എന്താണ് ആ സമയത്ത് അവരോട് വെളിപ്പെടുത്തിയത്? തൻ്റെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ യേശു അവരോട് ചോദിച്ചു, എൻ്റെ വചനങ്ങൾ നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ? അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യം ആയിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ? എന്താ യേശു പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മുടെ ഒരു ചാൻ നീളമുള്ള
ആ പിറ്റ്യൂട്ടറി ഗ്ലാൻസിന് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ അംഗീകരിക്കൂ എന്നുള്ളത് ഒരു മുഷ്ക് സ്വഭാവമാണ്, ഒരു മർക്കടമുഷ്യ സ്വഭാവമാണ്. അത് മാത്രമല്ല, നമ്മുടെ ബുദ്ധിക്ക് ആഗ്രാഹ്യമായ കാര്യങ്ങളും നമ്മൾ സ്വീകരിക്കണം എന്നല്ലേ ഇതുവഴി യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്? ഒരു ഇത്രയും പോന്ന ഒരു പിറ്റ്യൂട്ടറി ഗ്ലാൻസ് ആണോ നമ്മുടെ എല്ലാത്തിന്റെ ആശ്രയം? നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാവുന്നതും മനസ്സിലാക്കാൻ പറ്റാത്തതുമായ കാര്യങ്ങൾ ദൈവവചനത്തിലൂടെ പ്രഘോഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളത് സ്വീകരിക്കണം. നിരവധി വ്യക്തികൾ പറയുന്നത് എന്താണ്? എനിക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, എനിക്ക് ഈ വചനം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, എനിക്ക് ഈ രീതി ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, എനിക്ക് ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ബുദ്ധിക്ക് ഇതുകൊണ്ട് മനസ്സിലാകുന്നില്ല, എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ സ്വീകരിക്കുന്നില്ല, എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രിയ ദൈവപൈതലേ, നിത്യനാശത്തിന്റെ പിടിയിലാണ് നീ ഇരിക്കുന്നത് എന്ന കാര്യം നീ മറക്കരുത്. എൻ്റെ ബുദ്ധിക്ക് മനസ്സിലാകുന്ന വചനങ്ങൾ മാത്രമേ സ്വീകരിക്കൂ എന്നുള്ളതല്ല ഒരു ദൈവപൈതലിൽ നിന്ന് സ്വർഗം പ്രതീക്ഷിക്കുന്നത്. നിനക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും നിത്യജീവന്റെ വചനങ്ങൾ സ്വീകരിക്കണമെന്നല്ലേ യേശു പഠിപ്പിച്ചത്? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ തുടർന്ന് പഠിപ്പിക്കുകയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഈ ആത്മാവും ജീവനും ഞാൻ നിങ്ങൾ സ്വീകരിക്കണം എന്ന് ഈശോ ആഗ്രഹിച്ചു. ഇതിനെക്കുറിച്ച് തിമോഥെയോസിന്റെ 2-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയുള്ള പരിശീലനത്തിന് ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. ദൈവം എന്താ പഠിപ്പിക്കുന്നത്? പുതിയ നിയമത്തിലെ കുറച്ച് വചനങ്ങൾ മാത്രമാണ് ദൈവനിവേശിതം എന്നാണോ? ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എല്ലാ വചനങ്ങളും ദൈവനിവേശിതമാണ്. യേശു വന്നതോടുകൂടെ പഴയ നിയമമെല്ലാം ക്യാൻസലാക്കി എന്ന് ചിന്തിക്കരുത്. ഏതെങ്കിലും വചനഭാഗങ്ങളോ ഏതെങ്കിലും പുസ്തകങ്ങളോ കട്ട് ചെയ്ത് കളഞ്ഞെന്ന് ചിന്തിക്കരുത്. വിശുദ്ധ ലിഖിതത്തിലൂടെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്. 2 തിമോത്തി 3-ാം അധ്യായം അതിൽ 16 മുതലുള്ള തിരുലിഖിതങ്ങൾ, വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു, നൽകപ്പെട്ടിരിക്കുന്നു. പുണ്യ പരിപൂർണതയിലേക്ക് ഈ വചനത്തിലൂടെയാണ് ഒരു മനുഷ്യൻ മുന്നോട്ട് നീങ്ങേണ്ടത്. പത്രോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 19 മുതലുള്ള തിരുലിഖിതങ്ങൾ, പ്രഭാതം പൊട്ടിവിടരുകയും പ്രഭാത നക്ഷത്രം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദിച്ചുയരുകയും ചെയ്യുന്നത് വരെ ഇരുളിൽ പ്രകാശിക്കുന്ന ദീപത്തെ എന്നതുപോലെ പ്രവാചക വചനത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കണം, വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല. എന്തെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിന്റെ മനുഷ്യർ സംസാരിച്ചവയാണ്. അത് ചിലത് നല്ലത് ചിലത് മോശമെന്ന് ചിന്തിക്കരുത്, ചിലത് ദൈവസ്നേഹമുള്ളത് ചിലത് ദൈവകോപത്തിന്റെ വചനം ചിന്തിക്കരുത്. എല്ലാ വചനങ്ങളും നിത്യരക്ഷയുടെ വചനങ്ങൾ, എല്ലാ വചനങ്ങളും നിത്യജീവന്റെ വചനങ്ങൾ, എല്ലാ വചനങ്ങളും ദൈവത്തിന്റെ ജീവനും ആത്മാവുമാകുന്നത്, എല്ലാ വചനങ്ങളും ദൈവസ്നേഹത്തിന്റെ വചനങ്ങൾ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ 2 കാര്യങ്ങൾ തുറന്നു പിടിക്കുകയാണ്. ഏതെങ്കിലും ദൈവവചനത്തോട് ഹൃദയം അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ചില വചനങ്ങൾക്കൊക്കെ ഇത് കഠിനമാണ്, ഇത് ഞാൻ സ്വീകരിക്കില്ല എന്ന നിലപാട് എടുത്തിട്ടുണ്ടെങ്കിൽ, ഇന്നിപ്പോൾ അനുദപിച്ച് കർത്താവിന്റെ സന്നിധി ഹൃദയത്തിൽ പാപങ്ങളെ ഏറ്റുപറയുക. പ്രിയ പൈതലേ, ഇടർച്ചവെക്ക് ദുരുപദേശത്തിൽ ബന്ധനത്തിൽ കുടുങ്ങരുത്. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. റോമാലേഖനം 9:6, ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. യെശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 8-ാം വാക്യം, മനുഷ്യൻ പുല്ല് മാത്രം, പുല്ല് കരിയുന്നു, പുഷ്പം പാടുന്നു, നമ്മുടെ ദൈവമായ കർത്താവിന്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ഈ നിത്യജീവന്റെ വചനം അത് അനുകൂലം പ്രതികൂലമാകട്ടെ, കഠിനമുള്ളതോ സ്നേഹം നിറഞ്ഞതാകട്ടെ, കരുണയുടെ കോപത്തിന്റെ ആകട്ടെ, എല്ലാ വചനങ്ങളും എൻ്റെ ആത്മാവിന്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടുള്ളതാണെന്ന് തിരിച്ചറിവോടെ എല്ലാ വചനങ്ങളും സ്വീകരിക്കാൻ തക്കവണ്ണം ഇപ്പോൾ ഹൃദയം തുറക്കപ്പെടട്ടെ. 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ വചനമേ, ഓ നിത്യജീവന്റെ വചനമേ, ഓ നിത്യ സത്യമേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വ്യാപരിക്കണമേ. വചനമേ എൻ്റെ മിഴികളിൽ വഴിവിളക്കായി തെളിയണേ. എല്ലാവരും ചേർന്ന് വചനമേ എൻ്റെ മിഴികളിൽ വഴിവിളക്കായി തെളിയണേ. സമർപ്പിച്ച് വചനമേ എൻ്റെ മിഴികളിൽ
ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ കുടുംബങ്ങളെയും ഈ സഹോദരന്മാരെയും സഹോദരിമാരെയും ഈ കുഞ്ഞു മക്കളെയും ഈ യുവതി യുവാക്കന്മാരെയും ഈ സമൂഹങ്ങളെയും ഈ സ്ഥാപനങ്ങളെയും ഓ യേശുവിന്റെ വചനത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. ഈ കുടുംബങ്ങളിൽ, സ്ഥാപനങ്ങളിൽ, ഹൃദയങ്ങളിൽ നിത്യജീവന്റെ വചനങ്ങൾ അത്ഭുതകരമായി വേരുപാകട്ടെ. സാത്താനുമുള്ള പോരാട്ടത്തിൽ ഈ വചനശക്തിയാൽ സാത്താന്റെ തലയെ തകർക്കത്തക്കവണ്ണം ഈ കുടുംബങ്ങളും ഈ വ്യക്തികളും ഈ സമൂഹങ്ങളും സ്ഥാപനങ്ങളും അത്ഭുത അഭിഷേകം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. റോമാലേഖനം 9-ാം അധ്യായം 6-ാം തിരുലിഖിതം. ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനത്തിൽ 52-ാം അധ്യായം 6-ാം തിരുലിഖിതം. എൻ്റെ ജനം എൻ്റെ നാമം അറിയും. ഇതാ ഞാൻ തന്നെയാണ് സംസാരിക്കുന്നതെന്ന് അവർ തിരിച്ചറിയും. ഇതാ ഞാൻ ഇവിടെയുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, രണ്ട് കരങ്ങളും ജീവിക്കുന്ന ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്തി എന്ത് ഭാരമാണോ, എന്ത് തകർച്ചയാണോ, എന്താണോ ജീവിതത്തെ മൂടുന്ന കണ്ണുനീര്, അത് ദൈവത്തിങ്കിലേക്ക് സമർപ്പിച്ച് നിലവിളിക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിന്റെ വിടുതലുണ്ട്. രണ്ട് കരങ്ങൾ ഉയർത്തി എത്രമാത്രം വിടുതൽ ആഗ്രഹിക്കുന്നോ അത്രയും ദാഹത്തോടെ നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് ആ സ്ഥലത്ത് തന്നെ നിന്ന് മുട്ടുകുത്തി, ഇരിക്കാൻ പറ്റുന്നവരോ മുട്ടുകുത്താൻ പറ്റുന്നവർ മുട്ടുകുത്തി, നിൽക്കാൻ പറ്റുന്നവർ നിന്ന് കരങ്ങൾ ഉയർത്തി യേശുവിന്റെ നാമത്തെ, രക്ഷയുടെ നാമത്തെ ഉറക്കെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.